വനിതകളായ അഗതികൾക്കായി അക്ഷീണമുള്ള പ്രയത്നത്തിനാണ് ശ്രീകണ്ഠപുരം നഗരസഭാ കൗൺസിലർ ത്രേസ്യാമ്മ മാത്യു. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് വാർഡ് കൗൺസിലറും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ത്രേസ്യാമ്മ മാത്യു പൊതുപ്രവർത്തനം തുടങ്ങുന്നത് തന്നെ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. നിരവധിയായ വിധവകൾക്കായുള്ള ആനുകൂല്യങ്ങൾ തരപ്പെടുത്തി കൊടുക്കുന്നതുൾപ്പെടെ നിസ്വാർത്ഥമായ സേവനമാണ് പൊതുപ്രവർത്തക എന്ന നിലയിൽ കൗൺസിലർ ആകുന്നതിനു മുമ്പേ നടത്തിപ്പോന്നിരുന്നത്. അതിനുവേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തിനൊടുവിൽ 2011 വിധവ വെൽഫെയർ സംഘടന തുടങ്ങിയ കാലം മുതൽ ത്രേസ്യാമ്മ മാത്യു സംഘടനയുടെ തലപ്പത്തുണ്ട്. 2014-15 ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം മുൻമന്ത്രി KC ജോസഫിൽ നിന്നും ത്രേസ്യാമ്മ മാത്യു ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചു. 2014 150 വിധവകളെ പങ്കെടുപ്പിച്ച് ഡൽഹി മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് ത്രേസ്യാമ്മ മാത്യു. അഗതി മന്ദിരത്തിനായി ചെരിക്കോട് വാർഡിൽ ഒരാൾ ഫ്രീ നൽകിയ ഭൂമിയിലാണ് ശ്രീകണ്ഠപുരം നഗരസഭ ഇപ്പോൾ അഗതി മന്ദിരത്തിന്റെ പണികൾ നടന്നുവരുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. അമ്മ വീട് എന്ന സ്ഥാപനത്തിനായി നൽകിയ ഈ ഭൂമിയിലാണ് 20 ലക്ഷം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിർമ്മാണം നടത്തിയത്. 2023 ഇതിന്റെ ശിലാസ്ഥാപനം നടന്നത്. ഇപ്പോൾ ചുറ്റുമതിലും മറ്റു വർക്കുകളും പുരോഗമിക്കുന്നു. ഇതും ഈ കൗൺസിലറുടെ സജീവ ഇടപെടലിന്റെ ഭാഗമാണ്. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് 16-ാം വാർഡിലെ ഒരു അഗതി മന്ദിരത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ അഗതി മന്ദിരം ഇവിടെ പണിയാനുണ്ടായൊരു സാഹചര്യം, 36 വയസ്സിൽ വിധവയായി വിധവകൾക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരുപാട് വിധവകൾ കണ്ണീരും കയ്യുമായി വീടുകളിൽ കഴിയുന്ന ഒരു പ്രവണത കാണാൻ സാധിച്ചു. എൻ്റെ മനസാക്ഷി ഉണർന്നു. ഞാൻ വിധവകളിലേക്ക് ഇറങ്ങി. അപ്പോൾ അവരുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ഒരു ഭവനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ഗ്രാമവികസന മന്ത്രി KC ജോസഫിൻ്റെ ഭരണകാലത്ത് ഐച്ചേരി എന്ന പ്രദേശത്ത് വാടകയ്ക്ക് ഒരു അഗതി മന്ദിരം തുടങ്ങുകയും അത് പൂർണ്ണമായും എനിക്ക് കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ മകൻ അതിനിടയ്ക്ക് മരണപ്പെട്ടു. അതിനുശേഷം എൻ്റെ പ്രവർത്തനം കണ്ടിട്ട് ഈ ചെരിക്കോട് വാർഡിലെ അന്നമ്മ തോമസ് കട്ട്യാങ്കൽ എന്ന് പറഞ്ഞ അവർ നമുക്ക് ദാനമായിട്ട് ഈ ഭൂമി തരികയും അമ്മ വീടിന് തരികയും അത് ഞാൻ കൗൺസിലറായതിൻ്റെ ശേഷം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭയ്ക്ക് ഈ സ്ഥലം എഴുതി കൊടുത്തു. അങ്ങനെ ആ ഒരു രീതിയിലാണ് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ 20 ലക്ഷത്തിന് ഈ ബിൽഡിംഗ് പൂർത്തിയായിരിക്കുന്നത്. ഇതിനിടയിലാണ് തന്റെ വാർഡിലെ ഏലമ്മ വട്ടംതൊട്ടിയിൽ എന്ന 72-കാരിയായ സ്ത്രീ അസുഖ ബാധിതയാകുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചു വന്ന ഈ വൃദ്ധയായ സ്ത്രീയെ രോഗം മൂർച്ഛിച്ചതോടെ കുറച്ചു ദിവസം തന്റെ വീട്ടിൽ താമസിപ്പിച്ച് പരിചരിച്ചു. തുടർന്ന് സ്വന്തം വീട്ടിലാക്കിയ ശേഷവും അസുഖം മൂർച്ഛിച്ചതോടെ അനാഥയായ ഈ സ്ത്രീ ബക്കറ്റിൽ വീഴുന്ന മഴവെള്ളം കുടിച്ചു കഴിയുന്ന സാഹചര്യം നേരിൽ കണ്ട ത്രേസ്യാമ്മ മാത്യു എന്ന ഈ കൗൺസിലറിന്റെ ഇടപെടലിൽ നാട്ടുകാരിൽ ചിലരും ചേർന്ന് പോലീസ് നിർദ്ദേശാനുസരണം ചെങ്ങളായിലുള്ള സമരിറ്റൻ ഹോമിൽ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സമരിറ്റൻ ഹോമിലെ പരിചരണത്തിലാണ് ആ സ്ത്രീ. ഇതിനിടയിലാണ് വിധവാ പെൻഷൻ സ്വീകരിക്കുന്നതിനായി ഈ അസുഖബാധിതയായ സ്ത്രീയെ സമരിറ്റൻ ഹോമിൽ നിന്നും സ്വയം പോയി കൂട്ടിക്കൊണ്ടുവന്ന് ശ്രീകണ്ഠപുരം SBI ബാങ്കിൽ കൊണ്ടുവന്ന് ബാങ്ക് ജീവനക്കാരുടെ സഹായത്തോടെ വാഹനത്തിൽ വച്ച് വിരലടയാളം രേഖപ്പെടുത്തി പെൻഷൻ തുകയായ 1200 രൂപ അവരുടെ കൈവശം സംരക്ഷണം നൽകുന്ന സമരറ്റിനെ ഏൽപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാവുകയാണ് ത്രേസ്യാമ്മ മാത്യു എന്ന ഈ കൗൺസിലർ. ശ്രീകണ്ഠപുരം നഗരസഭ 16-ാം വാർഡ് ചെരിക്കോട് ഏലമ്മ വട്ടംതൊട്ടി എന്ന് പറയുന്നൊരു അമ്മയാണ്. ഈ അമ്മ കുറെ വർഷങ്ങളായിട്ട് എനിക്കറിയാം, ഒരു 10-15 വർഷമായിട്ട് അറിയാം അവരെ. ഞാൻ ഇപ്പം ഈ അടുത്തിടെ അസുഖം കൂടി 3 കൊല്ലം മുമ്പ് ഇവർക്കൊരു ക്യാൻസർ എന്ന രോഗം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് കോവിഡിന്റെ കാലത്ത് പരിഹാരത്ത് കൊണ്ടാക്കി ഒരാഴ്ച അവിടെ കിടന്നു. ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ച താമസിപ്പിച്ചു. അതിനുശേഷം ഞാനത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. കാരണം ഇവർക്കൊരു മാരകമായ രോഗം ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിലും ഇപ്പൊ ഈ ഒരു 2 മാസമായിട്ട് അവർക്ക് രോഗം മൂർച്ഛിച്ച് വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു. എങ്കിലും ഞാൻ നാട്ടുകാരെ എല്ലാം കൂട്ടി പിന്നെ ഒരു വണ്ടിയും പിടിച്ച് ഞാൻ പരിഹാരത്ത് കൊണ്ടാക്കി. പരിഹാരത്ത് 4-5 ദിവസം താമസിപ്പിച്ചതിന് ശേഷം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം ഞാൻ സമരിറ്റൻ ഹോമിലേക്ക് പ്രവേശിപ്പിക്കാൻ ഒരുപാട് സഹായം അച്ഛൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സമരിറ്റൻ ഹോമിൽ പ്രവേശിച്ചു.
എങ്കിലും നിയമതടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണിക്കുകയും ഡോക്ടറുടെ പോലീസ് സ്റ്റേഷനിൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് സംരക്ഷണ ഹോമിൽ പ്രവേശിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ വന്നത് വണ്ടി കൂട്ടി ഇവരുടെ പെൻഷൻ ഇപ്പോൾ 1300 രൂപയാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പുള്ളതൊക്കെ ഇവർ കൈപ്പറ്റി 1300 രൂപയിൽ 1200 രൂപയിൽ പെൻഷൻ മേടിച്ച് ഇവരെ നോക്കുന്ന ഹോമിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കൂട്ടി വന്നിരിക്കുന്നത്. ഏതാണ്ട് 1200 രൂപ അവരുടെ കൈവശം കൊടുത്തിട്ടുണ്ട്. അത് അവര് സമരജ്ഞ ഹോമിനെ ഏൽപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അവരാണ് ഇവരെ നോക്കുന്നത്.